എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്രയും വലിയ ശക്തിയും ടെക്നോളജിയും എല്ലാം ഉണ്ടായിട്ടും കാട്ടുതീ അണക്കാൻ കഴിയാതെ പോകുന്നു? ഇപ്പോഴും അതിശക്തമായി ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇന്ന് ഒരു മണിക്കൂറിൽ 70 മൈൽ സ്പീഡിലാണ് കാറ്റടിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് അമേരിക്കക്ക് ഇത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല? എങ്ങനെയാണ് കാട്ടുതീ ഉണ്ടാകുന്നത്? കാറ്റടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് തീ ശക്തി പ്രാപിക്കുന്നത്? ഇങ്ങനെ അനേകം സംശയങ്ങളുണ്ട്. എന്നാൽ ഇതൊക്കെ പറയുമ്പോൾ എന്താണ് തീ എന്നും എങ്ങനെയാണ് തീ കത്തുന്നതെന്നും എന്ത് രാസപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് എന്നും ഇങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ ഇവിടെ പറയേണ്ടതുണ്ട്. ഇതിന്റെ കെമിസ്ട്രിയാണ് നമ്മൾ പറയുന്നത്. കെമിസ്ട്രി എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ ഇതിനെ അവതരിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യമായി നമുക്ക് എന്താണ് തീ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിക്കാൻ കഴിയുക. തീ ഉണ്ടാകാൻ 3 ഘടകങ്ങൾ ആവശ്യമാണ്. ഒന്ന് ഇന്ധനം വേണം, രണ്ടാമത്തേത് ഓക്സിജൻ, മൂന്നാമത്തേത് താപം, ചൂട് വേണം. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയാൽ അവിടെ തീ ഉണ്ടാകും. ഈ 3 കാര്യങ്ങളും നിലനിൽക്കെ ഒരിക്കലും തീ അണക്കാൻ കഴിയുകയില്ല എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കുക. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഓക്സിജൻ. ഈ ഓക്സിജന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അതുപോലെ ഹൈഡ്രോ കാർബൺ, ഇതാണ് നമ്മുടെ വിറകാണെങ്കിലും അതുപോലെ പെട്രോളിയം ആണെങ്കിലും ഈ ഇന്ധനങ്ങളൊക്കെ കത്തുമ്പോഴും ഈ ഹൈഡ്രോ കാർബൺ ആണ് ഇവിടെ ഓക്സിജനുമായി രാസപ്രവർത്തനം നടക്കുന്നത്. ഈ ഹൈഡ്രോ കാർബണും ഓക്സിജനും തമ്മിൽ രാസപ്രവർത്തനം നടക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന 2 പദാർത്ഥങ്ങളാണ്. ഒന്ന് H2O വാട്ടർ, രണ്ടാമത്തേത് CO2 കാർബൺ ഡൈ ഓക്സൈഡ്. ഈ ഓക്സിജനും അതുപോലെ ഹൈഡ്രോ കാർബണും തമ്മിൽ രാസപ്രവർത്തനം നടക്കാൻ ചൂട് വേണം. താപം, ശക്തമായ ചൂടുണ്ടാകുന്ന സമയത്താണ് ഇത് രണ്ടും തമ്മിൽ രാസപ്രവർത്തനം നടക്കുക. ഈ ഓക്സിജനും മറ്റു പദാർത്ഥങ്ങളുമായി രാസപ്രവർത്തനം നടക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് താപവും അതുപോലെ തന്നെ വെളിച്ചവും. അതിനാണ് നമ്മൾ ജ്വലനം എന്ന് പറയുക. ഇതാണ് നമുക്ക് തീയായി കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈ 3 ഘടകങ്ങൾ നിലനിൽക്കുമ്പോഴാണ് തീ ഉണ്ടാകുന്നത്. ഓക്സിജൻ, ഈ ഓക്സിജന്റെ സാന്നിധ്യം തീയിൽ നിന്ന് ഒഴിവാക്കിയാൽ ഈ തീ പിന്നീട് അവിടെ തുടരുകയില്ല. ആ ഉടനെ തന്നെ ആ സെക്കൻഡിൽ തന്നെ തീ അണയും. അതുപോലെ തന്നെ ഇന്ധനം, ഹൈഡ്രോ കാർബൺ പുറത്തേക്ക് വരുന്ന ഈ ഇന്ധനം, അത് വിറക് കൊള്ളിയാണെങ്കിലും പെട്രോളിയം ആണെങ്കിൽ ഗ്യാസ് ആണെങ്കിലും ഇതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ തീ ഉണ്ടാവുകയില്ല. അതുപോലെ അവിടെ താപം നഷ്ടപ്പെട്ടാലും തീ നിലനിൽക്കുകയില്ല. ഈ 3 ഘടകങ്ങളും ഒരേ സമയം നിലനിൽക്കുമ്പോഴാണ് തീ അവിടെ നിലനിൽക്കുന്നത്. ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ കത്തിക്കാൻ വേണ്ടി ഇതുപോലെ വിറക് വെച്ച് നമ്മൾ തീ കൊടുക്കും. എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ 3 കാര്യങ്ങൾ വേണമെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന്, ഓക്സിജന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. രണ്ടാമത്തേത് കത്താൻ ആവശ്യമായ ഇന്ധനം എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന വിറക്, ഈ വിറകിൽ നിന്നെല്ലാം ഹൈഡ്രോ കാർബൺ ഇത് പുറത്തേക്ക് വരുന്നു. ആ ഹൈഡ്രോ എപ്പോഴും ഓക്സിജനും അതുപോലെ തന്നെ ഈ ഹൈഡ്രോ കാർബണും ഈ രാസപ്രവർത്തനം നടക്കുന്നത് ഇത് രണ്ടും പാതകാവസ്ഥയിലായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ വിറക് ശക്തമായ ചൂടേൽക്കുന്ന സമയത്ത് അതിന്റെ ഉപരിതലത്തിൽ നിന്നും ഹൈഡ്രോ കാർബണായി വാതകം പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഓക്സിജന്റെ സാന്നിധ്യമുണ്ട്. ആ സമയത്ത് ശക്തമായ ചൂട് അവിടെ ഉണ്ട് എങ്കിൽ സ്വാഭാവികമായും അവിടെ തീ കത്തും. പക്ഷെ ആ കത്തണമെങ്കിൽ വളരെ കനം കുറഞ്ഞ സാധനങ്ങളാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്ന തീ അതിൽ പെട്ടെന്ന് ചൂടാകും. അതിൽ നിന്ന് ഹൈഡ്രോ കാർബൺ പുറത്തേക്ക് പെട്ടെന്ന് വരും. അതുകൊണ്ട് തന്നെ അവിടെ പെട്ടെന്ന് തീ ഉണ്ടാകും. അതേസമയത്ത് ഇതുപോലെയുള്ള തടികളാകുമ്പോൾ ഇത് ചൂടാകാൻ സമയമെടുക്കും. ചെറിയൊരു ഇരുമ്പിന്റെ കമ്പി നമുക്ക് പെട്ടെന്ന് ചൂടാക്കാൻ സാധിക്കും. അതേസമയത്ത് കനമുള്ള ഒരു ഇരുമ്പ് കമ്പിയാണെങ്കിൽ ചൂടാകാൻ സമയമെടുക്കും. എന്ന പോലെ ഈ വലിയ തടിക്കഷ്ണങ്ങൾ ചൂടാകാൻ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഹൈഡ്രോ കാർബൺ പുറത്തു വരാൻ സമയമെടുക്കും. അപ്പോൾ നമ്മൾ കുറേ സമയം അവിടെ തീ പിടിച്ചിരിക്കേണ്ടി വരും. അതേ സമയത്ത് നേർത്ത സാധനങ്ങളാണെങ്കിൽ പെട്ടെന്ന് അത് ചൂടാവുകയും ആ ചൂടാകുമ്പോൾ അതിൽ നിന്നും ഹൈഡ്രോ കാർബൺ വാതകമായി പുറത്തേക്ക് വരുന്നു. ആ വാതകവുമായി ഓക്സിജൻ രാസപ്രവർത്തനം നടക്കുന്നു. ആ രാസപ്രവർത്തനം നടക്കുന്നതോടുകൂടെ അവിടെ വീണ്ടും താപവും അതുപോലെ തന്നെ വെളിച്ചവും പുറത്തേക്ക് വരുന്നു. ആ തീ അവിടെ നിലനിൽക്കുമ്പോൾ തൊട്ടടുത്ത തടിയുടെ ഭാഗം അവിടെയും ചൂടാകുന്നു. അങ്ങനെ ആ ഭാഗത്തു നിന്നും ഹൈഡ്രോ കാർബൺ പുറത്തേക്ക് വരുന്നു. അങ്ങനെ പുറത്തേക്ക് വന്നു ഈ തീ ഇവിടെ നിലനിൽക്കുമ്പോഴെല്ലാം ചൂട് തൊട്ടടുത്ത ഭാഗത്തേക്ക് നീങ്ങുന്നു. അപ്പോൾ അവിടെ നിന്നെല്ലാം വാതകമായി ഹൈഡ്രോ കാർബൺ പുറത്തേക്ക് വരുന്നു. ഓക്സിജന്റെ സാന്നിധ്യമുണ്ട്, ചൂടുമുണ്ട്. അപ്പോൾ കത്തിക്കൊണ്ടിരിക്കും. ഇത് തീരുന്നത് വരെ കത്തിക്കൊണ്ടിരിക്കും. ഇനി സ്വാഭാവികമായി ഇതൊരു പച്ച തടിയാണ് എന്ന് സങ്കല്പിക്കുക. അങ്ങനെ വരുമ്പോൾ അവിടെ താപം നഷ്ടപ്പെടും. കാരണം അവിടെ ഉണ്ടാകുന്ന ജലാംശം വറ്റാൻ വേണ്ടി കൂടുതൽ ചൂട് ആവശ്യമായി വരും. പക്ഷെ അത്ര തന്നെ ചൂട് വലിയ തീ അല്ല എങ്കിൽ അത്ര തന്നെ ചൂട് നൽകാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ താപം കുറഞ്ഞു വരുന്നു. അത് കാരണത്താൽ താപമില്ലാതെ സ്വാഭാവികമായും തീ അണയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പച്ച ഇലകൾ കത്താൻ സമയമെടുക്കുന്നത്. ആ സമയത്ത് നല്ല ചൂടുള്ള ഭാഗത്ത് ഇല പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഈർപ്പം നഷ്ടപ്പെട്ടാൽ വളരെ പെട്ടെന്ന്
ആ ഇലകളും കത്തിത്തീരും. അതേ സമയത്ത് അത് ഡീസലോ അല്ലെങ്കിൽ മണ്ണെണ്ണയൊക്കെ ആണെങ്കിൽ ദ്രാവക അവസ്ഥയിലുള്ള ഒരു ഇന്ധനമാണ് എന്ന് സങ്കല്പിക്കുക. അത് കത്തുമ്പോൾ അതിന് ചൂടേൽക്കുമ്പോൾ വളരെ പെട്ടെന്ന് അത് പുറത്തേക്ക് ഗ്യാസായി അതിന്റെ ഞാൻ പറഞ്ഞ ഹൈഡ്രോ കാർബൺ പുറത്തേക്ക് പെട്ടെന്ന് വരുന്നു, വളരെ വേഗതയിൽ തീ പിടിക്കുന്നു. എന്നാൽ അത് ഗ്യാസ് ആണ് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ പിന്നെ അത് വാതക അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഗ്യാസിന് അവിടെ ചൂടും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഓക്സിജന്റെ സാന്നിധ്യവും എല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ ഗ്യാസുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും ഒറ്റയടിക്ക് ഒരു ചെറിയ നിമിഷത്തിൽ തന്നെ ആകെ സ്പ്രെഡ് ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയുള്ള ഹൈഡ്രോ കാർബൺ ഇതിൽ നിന്നും ക്രമേണയാണ് പുറത്തേക്ക് വരുന്നത്. അതിനനുസരിച്ച് അത് കത്തി നീങ്ങും. അതേ സമയത്ത് വാതകമായി പൂർണ്ണമായും ഒരു റൂം നിറയെ ഗ്യാസായി നിൽക്കുമ്പോൾ ആ വാതകം പൂർണ്ണമായി ഓക്സിജന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് തന്നെ അത് കത്തിത്തീരും. വലിയ സ്ഫോടനാത്മകമായ രൂപത്തിൽ അത് കത്തിത്തീരുകയാണ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി, തീ അണക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഇന്ധനങ്ങൾ, അതായത് വിറകാണെങ്കിൽ വിറക് മാറ്റി വെക്കണം. അതല്ല എങ്കിൽ പെട്രോളിയമോ ഏതാണ് കത്തുന്നതെങ്കിൽ ആ കത്തുന്ന സോഴ്സ് അതിന്റെ ഇന്ധനം അവിടെ നിന്ന് ഒഴിവാക്കാൻ സാധിക്കണം. എന്നാൽ അവിടെ തീ അണയും. അല്ല എങ്കിൽ ഓക്സിജന്റെ സാന്നിധ്യം, നമ്മൾ പറഞ്ഞു ഓക്സിജനും ഹൈഡ്രോ കാർബണുമാണ് ഈ തമ്മിൽ രാസപ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ഓക്സിജന്റെ സാന്നിധ്യം അവിടെ നിന്ന് ഒഴിവാക്കിയാലും ആ തീ അണയും. അതേപോലെ തന്നെ അവിടെ നിന്ന് ചൂട് ഒഴിവാക്കാൻ സാധിച്ചാലും ഈ തീ നമുക്ക് കെടുത്താൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഗ്യാസ് സിലിണ്ടർ, ഇതിൽ നിന്ന് ഗ്യാസ് പുറത്തേക്ക് വരുന്നു, അതിശക്തമായ രൂപത്തിൽ തീ ആളിക്കത്തുന്നു. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ പുറത്തേക്ക് വരുന്ന ഈ തീ അണക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഒരു തുണി എടുത്ത് അതിനെ പൊത്തിപ്പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ തീനെ ഈ ക്ലോത്ത് കൊണ്ട്, തുണി കൊണ്ട് മൂടി പിടിക്കുന്ന സമയത്ത് പുറമേയുള്ള ഓക്സിജന്റെ സാന്നിധ്യം ഈ കത്തുന്ന ഭാഗത്തേക്ക് എത്താതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെ തീ ഉണ്ടാവുകയില്ല, സ്വാഭാവികമായും അണയും. ഇത് തന്നെയാണ് നമ്മൾ പൂഴിയോ മണ്ണോ ഒക്കെ വാരി തീയിലേക്ക് എറിയുമ്പോഴും സംഭവിക്കുന്നത്. അവിടെ തീ കത്തുന്ന ഭാഗത്ത് അതിന് ഓക്സിജന്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്നു, അതോടുകൂടെ കെട്ടുപോകുന്നു. ഇവിടെ ഫയർ എക്സ്റ്റിങ്ക്യൂസർ ഇതുപോലുള്ള ഒരു സംഭവം നിങ്ങൾ പെട്രോൾ പമ്പുകളിലും ഹോസ്പിറ്റലുകളിലും പൊതുസ്ഥാപനങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിനകത്തുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ഓക്സിജന്റെ സാന്നിധ്യം അത് ഡിസ്പ്ലേസ് ചെയ്യപ്പെടും. ആ ഭാഗത്തുള്ള ഓക്സിജന്റെ സാന്നിധ്യം നഷ്ടപ്പെടും. അങ്ങനെ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ഓക്സിജൻ എല്ലാം മാറി നിൽക്കും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി കത്താൻ ആവശ്യമായ ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട് തീ അണഞ്ഞു പോകും. ഇതാണ് നമ്മൾ കരണ്ട് പോലുള്ള ഇലക്ട്രിക് സംവിധാനങ്ങളിലൊക്കെ തീ വരുന്ന സമയത്ത് നിർബന്ധമായി ഉപയോഗിക്കേണ്ടത്. അവിടെ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം വെള്ളത്തിലൂടെ ഒരുപക്ഷെ ഇലക്ട്രോണുകളുടെ പ്രവാഹം ഉണ്ടാവും. കരണ്ട് വെള്ളത്തിലൂടെ പല ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള എക്സ്റ്റിങ്ക്യൂസറുകളാണ്. ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ചെല്ലുന്ന സമയത്ത് അപ്പോൾ തന്നെ അത് കെട്ടുപോയി. കാരണം അവിടെ ഓക്സിജന്റെ അംശം നഷ്ടപ്പെട്ടു എന്നതാണ്. ഇനി നമുക്ക് വെള്ളം ഉപയോഗിച്ച് അതിനെ തണുപ്പിച്ച് അതിനെ ചൂട് നഷ്ടപ്പെടുത്തി അങ്ങനെയും തീ അണക്കാൻ സാധിക്കും. ഈ വെള്ളം ഉപയോഗിക്കുമ്പോൾ 2 രീതി. ഒന്ന്, അതിന്റെ ഓക്സിജന്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്താൻ സാധിക്കും, വലിയ തീ അല്ല എങ്കിൽ, ചെറിയ രീതിയിലുള്ള തീയൊക്കെ ആണെങ്കിൽ. മാത്രമല്ല അവിടെ ചൂട് നഷ്ടപ്പെടുത്താനും പെട്ടെന്ന് സാധിക്കും. കാരണം ആ ചെറിയ തീയാണെങ്കിൽ ആ വെള്ളത്തെ പൂർണ്ണമായും ഈ ചൂട് കൊണ്ട് ഇല്ലാതാക്കി അവിടെ വീണ്ടും തീ നിലനിൽക്കാനുള്ള സാഹചര്യം, അത്രമാത്രം വലിയ ഒരു തീ അവിടെ ഇല്ല എങ്കിൽ അവിടെ താപം നഷ്ടപ്പെടുകയും തീ അണയുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അമേരിക്കയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അവിടെ വലിയ രീതിയിലുള്ള തീയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ശക്തമായ കാറ്റടിക്കുമ്പോൾ തീ ശക്തി പ്രാപിക്കുന്നതിന് കാരണം ഓക്സിജൻ, അവിടെ നമുക്കറിയാം കാറ്റടിക്കുമ്പോൾ വളരെ വേഗതയിൽ കാറ്റ് വരുമ്പോൾ വായുവിന്റെ മർദ്ദം ഈ തീയുടെ ഭാഗത്തേക്ക് കൂടി വരികയാണ്. അതായത് തീ കത്തുന്ന സമയത്ത് ഓക്സിജനും അതുപോലെ തന്നെ അവിടെ അന്തരീക്ഷ വായു മുകളിലേക്ക് ഉയരുന്നു. ആ മുകളിലേക്ക് വരുമ്പോൾ എല്ലാ ഭാഗത്തും അന്തരീക്ഷ വായു ഈ കത്തുന്ന ഭാഗത്തേക്ക് കാറ്റായി നീങ്ങി വന്നുകൊണ്ടിരിക്കും. എന്നാൽ അത് ത്വരിതപ്പെടുത്തുന്നു. അപ്പോൾ തന്നെ ഓക്സിജന്റെ അംശം അവിടെ വന്നുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് ഈ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ശക്തമായ കാറ്റാണ് വരുന്നതെങ്കിൽ അത്രയും കൂടുതൽ ഓക്സിജന്റെ അംശം ഈ ഭാഗത്തേക്ക്, കത്തുന്ന ഭാഗത്തേക്ക് കടന്നു വരുന്നതുകൊണ്ട് തന്നെ തീ വളരെ ഉയരത്തിൽ, വളരെ വേഗതയിൽ കത്താൻ തുടങ്ങും. ആ കത്തൽ ഒരുപക്ഷെ അടുത്തുള്ള പ്രദേശങ്ങളിലേക്കെല്ലാം നീങ്ങാനുള്ള സാഹചര്യമുണ്ട്. കാരണം ഈ വലിയ രൂപത്തിൽ ഉയർന്നു കത്തുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഭാഗങ്ങൾ
നിങ്ങളൊരു പക്ഷേ ഇപ്പോൾ കാലിഫോർണിയയിലെ ഈ തീ കത്തുന്ന വീഡിയോ കണ്ടപ്പോൾ തന്നെ ഇവിടെ തീയുണ്ട്, പക്ഷെ അതിന്റെ തൊട്ടപ്പുറത്തൊന്നും തീയില്ല. പക്ഷെ അപ്പുറത്തുള്ള ഒരു ഈത്തപ്പന മരം, അതുപോലെ തന്നെ ഏതെങ്കിലും മരത്തിന്റെയോ പുല്ലിന്റെയോ ഭാഗങ്ങളൊക്കെ സ്വന്തമായി വെറുതെ തീ പിടിക്കുന്നത് കാണാൻ സാധിക്കും. കാരണം അത്രമാത്രം ചൂട് ഈ ഭാഗത്ത് കത്തുന്ന ചൂട് തൊട്ട അപ്പുറത്തെ ഭാഗത്തേക്ക് എത്തുന്നു. അവിടെ ഉണങ്ങിയ വസ്തുക്കൾ വളരെ പെട്ടെന്ന് ചൂടാവുകയും ഞാൻ പറഞ്ഞ ഹൈഡ്രോ കാർബൺ പെട്ടെന്ന് പുറത്തേക്ക് വരികയും ചെയ്യുന്ന സ്വാഭാവികമായും തീ ഉണ്ടാകും. ഉണങ്ങിയ കൊമ്പുകളോ മറ്റോ ഒക്കെ ഉരസുന്ന സന്ദർഭത്തിൽ ആ ഉരസിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ചൂട് കൂടുന്നു. ആ ചൂട് കൂടുന്ന ഘട്ടത്തിൽ ഈ കത്താൻ ആവശ്യമായ ഉണങ്ങിയ ഒരു കൊമ്പ് കൂടെയാണെങ്കിൽ മെല്ലെ അതിൽ തീ ഉയർന്നു വന്ന് അത് വലിയ തീയാകാനും, കാരണം ചൂട് ശക്തമായതുകൊണ്ട് അത് ഒരുപക്ഷെ നിയന്ത്രിക്കാൻ പറ്റാത്ത വലിയ തീയായി കാട്ടുതീയായി മാറുകയും ചെയ്യും. ഇങ്ങനെ പല രീതിയിലും കാട്ടുതീ വരാനുള്ള സാധ്യത. എന്നാൽ കാണാത്ത ഇടങ്ങളാകുമ്പോൾ നല്ല ചൂടുമുള്ള സമയത്ത് അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്ത് പല ഭാഗത്തേക്ക് നീങ്ങിയതിനു ശേഷമായിരിക്കും കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ പിന്നീട് അത് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരും. ഇപ്പോൾ നമുക്കറിയാം അമേരിക്ക ഈ തീ നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോസ്റ്റെക് എന്നറിയപ്പെടുന്ന ഒരു പൗഡർ, ഇതാണ് ഈ കെമിക്കലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കെമിക്കൽ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? വെള്ളം ഉപയോഗിക്കുന്നുണ്ട്, എന്നാൽ ഇതാണ് ഇപ്പോൾ കൂടുതലായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 1960 ശേഷം അമേരിക്ക ഇത്തരത്തിലുള്ള തീ അണക്കാൻ വേണ്ടി നിരന്തരമായി ഇത് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. ഇത് തീ കത്തുന്ന ഭാഗങ്ങളിലല്ല, കത്തുന്നതിന്റെ തൊട്ട് ഇപ്പുറത്തുള്ള ഭാഗങ്ങളിലെല്ലാം ഈ പൗഡർ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഭാഗത്ത് കത്തുന്ന സമയത്ത് അവിടെ ഓക്സിജന്റെ സാന്നിധ്യം വളരെ കുറവായിരിക്കും. അപ്പോൾ വലിയ രൂപത്തിൽ കത്തലുണ്ടാവുകയില്ല. ആ കത്തലിന്റെ ശക്തി കുറയുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ, അതിനെ കെടുത്തിക്കളയാൻ വളരെ പെട്ടെന്ന് സാധിക്കും. അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ രീതി സ്വീകരിക്കുന്നത്. ഇത് കത്താത്ത എല്ലാ ഭാഗങ്ങളിലും തൊട്ടടുത്ത പ്രദേശങ്ങളിലെല്ലാം ഇപ്പോൾ ഈ ഫോസ്റ്റെക് എന്നറിയപ്പെടുന്ന ഈ കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ടാണ് തീ നിയന്ത്രിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നത്. പക്ഷേ അതൊക്കെ ഒരു പരിമിതിയുണ്ട്. കാരണം തീ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ഘടകങ്ങളാണ്. ഒന്നാമത്തേത് ഓക്സിജന്റെ സാന്നിധ്യം അന്തരീക്ഷത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയുന്ന കാര്യമല്ല. ചെറിയൊരു ഭാഗത്താണെങ്കിൽ നമുക്ക് ഫയർ എക്സ്റ്റിങ്ക്യൂസർ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. അതേ സമയത്ത് ഇത്രയും വൈഡായ ഒരു ഏരിയയിൽ നിന്ന് ഓക്സിജന്റെ സാന്നിധ്യം ഇല്ലാതാക്കുക എന്നത് സാധ്യമല്ല. മറ്റൊരു കാര്യം ഇന്ധനം, കത്തുന്ന സോഴ്സുകളായ വീടുകൾ, അതെല്ലാം വുഡുകളാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ചെടികൾ, മരങ്ങൾ, ഇങ്ങനെ തുടങ്ങി കത്തുന്ന പദാർത്ഥങ്ങളൊക്കെയും ആ പദാർത്ഥങ്ങളെയും അവിടെ നിന്നൊക്കെ നീക്കിക്കളയുക എന്നത് സാധ്യമായ കാര്യമല്ല. അതുപോലെ മൂന്നാമത്തെ ചൂടാണ്. ഈ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചൂടിനെ നിയന്ത്രിക്കാൻ ആർക്ക് സാധിക്കും? ഈ കാര്യങ്ങളൊന്നും നിയന്ത്രിക്കാൻ കഴിയാതെ ഒരിക്കലും ചൂട് അല്ലെങ്കിൽ തീ അവസാനിക്കുകയില്ല. തീ അവസാനിക്കണമെങ്കിൽ എവിടെയാണെങ്കിലും ഈ 3-4 ഘടകത്തെ നീക്കിയാലല്ലാതെ സാധിക്കുകയില്ല. ഇതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ ഈ തീ ഉയർന്നുകൊണ്ടിരിക്കാനുള്ള കാരണം. പ്രത്യേകിച്ച് കാറ്റ് കൂടെ വരുമ്പോൾ തീ വളരെ വേഗതയിൽ കത്തിക്കൊണ്ടിരിക്കും, വളരെ ഉയർന്ന രീതിയിൽ കത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയിലെ ഈ തീ ഇത്രയും വലിയ ഒരു ദുരന്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്.